കാത്തിരിക്കാൻ പാടില്ലാത്ത 4 കാര്യങ്ങൾ. 1. നിങ്ങൾ ഉറങ്ങാൻ ഉറക്കം വരുന്നതുവരെ കാത്തിരിക്കരുത്. 2. വിശ്രമിക്കാൻ നിങ്ങൾ തളരുന്നതുവരെ കാത്തിരിക്കരുത്. 3. നിങ്ങളുടെ സുഹൃത്തിനെ കാണാൻ പോകാൻ അവന് അസുഖം വരുന്നതുവരെ കാത്തിരിക്കരുത്. 4. ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതുവരെ നിങ്ങൾ കാത്തിരിക്കരുത്. നീണ്ടൊരു കാത്തിരിപ്പിനൊടുവിൽ ഒരാൾ നിങ്ങളെ കേൾക്കും. മറ്റാരും ഇതുവരെ നിങ്ങളെ കേൾക്കാത്ത പോലെ നിങ്ങളോട് അയാൾ സംസാരിക്കും. മറ്റാരും ഇതുവരെ നിങ്ങളോട് സംസാരിക്കാത്ത പോലെ. ആ നേരമെങ്കിലും തിരിച്ചറിയുക, സ്നേഹത്തിൽ നിങ്ങൾ കണ്ടുമുട്ടിയെന്ന്. മുമ്പൊരിക്കലും നിങ്ങൾ കണ്ടുമുട്ടിയിട്ടില്ലാത്തതുപോലെ നിങ്ങൾ സ്നേഹത്തെ കണ്ടുമുട്ടി. അത് മനസ്സിലാക്കി ജീവിക്കുക. ജീവിതത്തോട് സ്നേഹമില്ലാണ്ടായി പോകുമ്പോൾ, ജീവിതം നിറയെ കയ്പ് രസമാണ് എന്ന് തോന്നിത്തുടങ്ങുമ്പോൾ, വെറുതെ മധുരം നിറഞ്ഞ ഓർമ്മകളെ ഒന്ന് നുണഞ്ഞു നോക്കണം. ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യരെ, അവരുമായി ഒന്നിച്ച് പങ്കിട്ട കാലത്തെ, അവർ വാങ്ങിത്തന്ന ആഹാരത്തെ, കോർത്തുപിടിച്ച കൈകളെ, നടന്നു നീങ്ങിയ വഴികളെ, ചേർത്തുപിടിച്ച സ്നേഹത്തെ ഒക്കെ ഓർക്കണം. ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത 8 കാര്യങ്ങൾ. 1. ഈഗോ നശിപ്പിക്കുക. 2. സ്നേഹം വിലക്കൊടുക്കുക. 3. പുഞ്ചിരി എപ്പോഴും കരുതുക. 4. അപവാദങ്ങൾ ശ്രദ്ധിക്കാതെ പോകരുത്. 5. വിജയം നേടാൻ ശ്രമിക്കുക. 6. അസൂയ അകൽച്ച പാലിക്കുക. 7. അറിവ് എപ്പോഴും സ്വീകരിക്കുകയും പകർന്നു കൊടുക്കുകയും ചെയ്യുക. 8. ആത്മവിശ്വാസം മുറുകെ പിടിക്കുക. ഒരിക്കലും കൈവിടരുത്. ആത്മാർത്ഥമായ ബന്ധങ്ങളിൽ അധികം പ്രകടനങ്ങൾ ഉണ്ടാകില്ല, ആവശ്യങ്ങൾ ഉണ്ടാകില്ല, കള്ളങ്ങളിൽ പൊതിഞ്ഞ മാധുര്യമേറിയ മൊഴികളുണ്ടാകില്ല. ഉണ്ടാകുന്നത് നിഷ്കളങ്കമായ സ്നേഹവും വിശ്വാസവും അതിലൂടെ കിട്ടുന്ന സമാധാനവും ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുപോലെ ഒരാൾ നിങ്ങളോടായിരിക്കണമെങ്കിൽ ഒന്നുകിൽ ആത്മാർത്ഥമായ സ്നേഹമുണ്ടാകണം, അല്ലെങ്കിൽ അത് അഭിനയമായിരിക്കണം. നമ്മുടെ പരാജയങ്ങളിൽ, വേദനകളിൽ, തകർച്ചകളിൽ നമ്മോടൊപ്പം നിന്ന മനുഷ്യരെ മറക്കാതിരിക്കുക. അവരെന്നും നിങ്ങൾക്കുള്ളതിന് വരുന്നവരല്ല, നിങ്ങളെ സ്നേഹിച്ചു വന്നവരാണ്. മധുരമുള്ള വസ്തുക്കൾ ഉറുമ്പിരിക്കുന്നത് ആ വസ്തുവിന് ഉറുമ്പ് ഇഷ്ടപ്പെടുന്നത് കൊണ്ടല്ല, ആ മധുരം ഇഷ്ടമുള്ളതുകൊണ്ടാണ്. ആ മധുരം കഴിഞ്ഞാൽ അടുത്ത വസ്തു തേടി ഉറുമ്പ് പോവും. ഒറ്റക്കാകുമ്പോൾ അടഞ്ഞ മുറിയിലെ ചുവരുകളെ നോക്കി കരയരുത്. നാടുമുഴുവൻ സർക്കിട്ട് പോണം. വഴിയിൽ കാണുന്നതിനെയൊക്കെ കണ്ണു തുറന്ന് കാണണം, കേൾക്കണം. പരിചയമില്ലാത്തവരെ നോക്കി ചിരിക്കണം. തിരികെ കിട്ടുന്ന ചിരികൾ ഓരോന്നും പോക്കറ്റിൽ ഇട്ടുവെക്കണം. യാത്രയിൽ കിട്ടുന്ന സൗഹൃദങ്ങളോട് പറയണം, നമ്പർ, ചിത്രങ്ങളോ തിരുശേഷിപ്പുകളോ സൂക്ഷിക്കരുത്. ചിലപ്പോൾ വീണ്ടും കണ്ടുമുട്ടിയേക്കാം. വീണ്ടും കാണുമ്പോൾ ഓർക്കുന്നുവെങ്കിൽ പിന്നെയും പലവട്ടം കാണും. ട്രെയിനിൽ നിന്നും ഇറങ്ങുമ്പോഴേക്കും അവരെയും മനസ്സീന്ന് ഇറക്കി വിടണം. ആർക്കും അവിടെ തീരെഴുതി കൊടുക്കരുത്. ആരുടെയും ഇടങ്ങളിലേക്ക് അനുവാദമില്ലാതെ ഇടിച്ചു കയറരുത്. അപ്പോൾ ഒരിക്കലും ആരും ഒറ്റക്കാകില്ല. നമുക്ക് ചുറ്റും ഒരുപാട് പേരുണ്ടാകും. ഒരുപാട് ശ്രമിച്ച ഒരു മനുഷ്യനെ പിന്നെയും നോവിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക, ഒരിക്കലും തിരിച്ചെടുക്കാൻ ആവാത്ത വിധം, ഒരിക്കലും കണ്ടുമുട്ടാത്ത വിധം ആ മനുഷ്യന് നിങ്ങളിൽ നിന്നിറങ്ങിപ്പോയേക്കാം. എത്രത്തോളം ക്ഷമിച്ചു എന്നതിന് അത്രത്തോളം നിങ്ങളിൽ പ്രതീക്ഷ അർപ്പിച്ചു എന്നുകൂടി അർത്ഥമുണ്ട്. നിങ്ങൾ ആ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട മനുഷ്യന് അവിടെ നിന്ന് ഒരിറങ്ങിപ്പോക്ക് അനിവാര്യമാണെന്ന് ഓർക്കുക. ആളുകൾ നിങ്ങളോട് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മൂല്യം കുറക്കുക, നിങ്ങളുടെ ഇമേജ് നശിപ്പിക്കുക, ഭ്രാന്ത് പിടിപ്പിക്കാൻ ശ്രമിക്കുക, നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മുൻവിധി കൽപ്പിക്കുക.
നിങ്ങളുടെ ഭാവനയെ അപമാനിക്കുക, നിങ്ങളുടെ കഴിവുകൾ നശിപ്പിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിരാകരിക്കുക. ഇങ്ങനെയുള്ള ആളുകളിൽ നിന്നും ഒരു അകലം പാലിക്കുന്നത് എപ്പോഴും നല്ലതാണ്. വായിച്ചു കഴിഞ്ഞാൽ വലിച്ചെറിയുന്നവരുടെ കയ്യിൽ ഒരിക്കലും പുസ്തകം ഏൽപ്പിക്കരുത്. വായിച്ചു കഴിഞ്ഞാലും അത് ഭദ്രമായി സൂക്ഷിക്കുന്നവരുടെ കയ്യിൽ മാത്രം പുസ്തകം ഏൽപ്പിക്കുക. ഇതുപോലെ തന്നെയായിരിക്കണം നമ്മുടെ ജീവിതവും. ഉള്ളു തുറന്ന് ഉള്ളത് പറയുന്നത് ഉള്ളറിഞ്ഞ് കൂടെ നിൽക്കുന്നവരോടായിരിക്കണം. ചില ആളുകളോട് ഉള്ളു തുറന്ന് ഉള്ളറിഞ്ഞ് പറഞ്ഞാലും അവർ അത് നിസ്സാരമാക്കി എടുക്കും. കേട്ടുകഴിഞ്ഞാൽ കഥകളായി കരുതി ഒഴിഞ്ഞു മാറുന്നവരോടായിരിക്കരുത് നമ്മൾ ഉള്ളു തുറന്ന് പറയേണ്ടത്. ചിലർക്ക് അവഗണിക്കാൻ പ്രത്യേകിച്ച് കാരണം ഒന്നും ആവശ്യമില്ല. ചിലർ അസൂയ കൊണ്ട് അവഗണിക്കും. തന്നെക്കാൾ മികച്ചത് എന്ന് തോന്നിയാൽ ചിലർ അവഗണിക്കും. നമ്മളെക്കാൾ മികച്ച ഒരാളെ കിട്ടിയെന്ന് തോന്നിയാൽ ചിലർ അവഗണിക്കുന്നു. ചിലർ സ്നേഹം അഭിനയിച്ചു മനസ്സുകൊണ്ട് അവഗണിക്കും. ഞാൻ രക്ഷപ്പെട്ടില്ലെങ്കിലും ഞാൻ കാരണം അവൻ രക്ഷപ്പെടരുത് എന്നോർത്ത് അവഗണിക്കും. നമ്മളെ അവഗണിക്കുന്നവർക്ക് ഒരിക്കലും യഥാർത്ഥ സ്നേഹമോ ആത്മാർത്ഥതയോ കാണില്ല. ജീവിതത്തിലെ നല്ല പാഠങ്ങളാണ് ആഴത്തിലും വികാരപരമായും സ്നേഹിക്കുക. നിങ്ങൾക്ക് വേദനകൾ ഉണ്ടായേക്കാം, പക്ഷേ ജീവിതം ജീവിച്ച് തീർക്കാനുള്ള ഏക മാർഗം അതാണ്. ആളുകളെ അവരുടെ ബന്ധുക്കളെ വെച്ച് വിലയിരുത്തരുത്. നിങ്ങൾ കേൾക്കുന്നതെല്ലാം വിശ്വസിക്കരുത്. നിങ്ങൾക്കുള്ളത് മാത്രം ചെലവഴിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടപ്പെടുമ്പോൾ ആ പാഠം ഒരിക്കലും മറക്കരുത്. സാവധാനം സംസാരിക്കുക, വേഗത്തിൽ ചിന്തിക്കുക. വലിയ സ്നേഹവും മികച്ച നേട്ടങ്ങളും വലിയ അപകട സാധ്യത ഉൾക്കൊള്ളുന്നു എന്ന് ഓർമ്മിക്കുക. ഒരു ചെറിയ തർക്കം വലിയ ഒരു സുഹൃത്ത് ബന്ധം മുറിപ്പെടുത്തരുത്. നിങ്ങൾ ഒരു തെറ്റ് ചെയ്തു എന്ന് മനസ്സിലാക്കുമ്പോൾ ഉടനടി അതിന് പരിഹാരം കാണണം. നിങ്ങൾ ധാരാളം പണം സമ്പാദിക്കുകയാണെങ്കിൽ നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ മറ്റുള്ളവരെ സഹായിക്കാൻ വിനിയോഗിക്കുക. അതാണ് സമ്പത്തിൻ്റെ ഏറ്റവും വലിയ സംതൃപ്തിയും. നിങ്ങൾ ജീവിതത്തിൽ നിർബന്ധമായും ഒഴിവാക്കേണ്ട ആളുകളാണ് നിങ്ങളെ വില കൽപ്പിക്കാത്തവർ, നിങ്ങളെ എപ്പോഴും വിമർശിക്കുന്നവർ, നിങ്ങളുടെ സമയം പാഴാക്കുന്നവർ, നിങ്ങളോട് അസൂയപ്പെടുന്നവർ, നിങ്ങളെ ഇരയാക്കി കളിക്കുന്നവർ, അതുപോലെ നിങ്ങളെ ശ്രദ്ധിക്കാത്തവൻ, അതുപോലെ തന്നെ നിങ്ങളെ നിരാശപ്പെടുത്തുന്നവർ. ഇവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും നിർബന്ധമായും ഒഴിവാക്കേണ്ട ആളുകളാണ്. എന്നാലേ ജീവിതത്തിൽ വിജയമുണ്ടാവൂ. പറഞ്ഞതോ അറിഞ്ഞതോ അല്ല, അനുഭവിച്ച കാര്യങ്ങളാണ് ഒരാളെക്കുറിച്ചുള്ള ബോധ്യത്തിന് വഴി തെളിയിക്കുന്നത്. അല്ലെങ്കിലും മറ്റുള്ളവരുടെ മുൻപിലും സംസാരത്തിലും അഭിനയിക്കാൻ പലർക്കും കഴിയും. ജീവിതത്തിൽ അതിന് കഴിഞ്ഞെന്നു വരില്ല. എത്രത്തോളം നുണ പറഞ്ഞാലും എന്തൊക്കെ മറച്ചു വച്ചാലും അതൊക്കെ മറ നീക്കി പുറത്തു വരുന്ന സമയമുണ്ട്. ആ സമയമാണ് ഒരു വ്യക്തി യഥാർത്ഥത്തിൽ എന്തായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. നിങ്ങൾ ദുഃഖിച്ചിരിക്കുമ്പോൾ ജീവിതം നിങ്ങളെ നോക്കി കളിയാക്കും. നിങ്ങൾ സന്തോഷിക്കുമ്പോൾ ജീവിതം നിങ്ങളെ നോക്കി ചിരിക്കും. എന്നാൽ നിങ്ങൾ മറ്റുള്ളവരുടെ സന്തോഷത്തിന് കാരണമാകുമ്പോൾ ജീവിതം നിങ്ങളെ സല്യൂട്ട് ചെയ്യും. മറ്റൊരാൾക്ക് വേണ്ടി കരഞ്ഞു കലങ്ങിയ കണ്ണുകൾക്കും കാലിടറിയ പാദങ്ങൾക്കും ഉരുകിത്തീരുന്ന മനസ്സിനും ഇനിയൊരു വിശ്രമം നൽകുക. ഇനി ഒരിക്കലും ഒരാൾക്കും കീഴ്പ്പെടാത്ത തരത്തിൽ പുനർജനിക്കുക. നിങ്ങൾ ആത്മാർത്ഥമായി എന്തെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനായി കാത്തിരിക്കരുത്. അക്ഷമനാകാൻ സ്വയം പഠിപ്പിക്കുക. എപ്പോഴും നിങ്ങളുടെ പരമാവധി ചെയ്യുക. ഇപ്പോൾ നടുന്നത് പിന്നീട് വിളവെടുക്കാം. നമ്മുടെയൊക്കെ മനസ്സിലെ സ്നേഹത്തിന് വലിയ കുഴപ്പമുണ്ട്. അതിനെ ഒട്ടും അർഹിക്കാത്ത ഒരിടത്താവും നമ്മൾ അതേറ്റവും കൂടുതൽ പകർന്നു കൊടുത്തിട്ടുണ്ടാവുക. അത് തിരിച്ചറിയുമ്പോഴേക്കും സ്നേഹമാകെ വറ്റി വരണ്ട് സ്നേഹത്താൽ മുറിപ്പെട്ട് സ്നേഹിക്കാൻ ഭയപ്പെടുന്നവരായി മാറും നമ്മൾ. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്നേഹം അർഹതപ്പെട്ടവരുടെ കൈകളിൽ എത്തിക്കാൻ നാം എപ്പോഴും ശ്രമിക്കുക.
താങ്ക്സ് ഫോർ വാച്ചിങ്. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്.